ക്ഷയിച്ചു. അവകാശികളായ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ദൂരെ പട്ടണത്തിൽ സ്ഥിരതാമസമായി. നിത്യപൂജയും തേവാരവും ഇല്ലാത്ത പൊളിഞ്ഞ അമ്പലം, ആളും കൂട്ടവും ഇല്ലാത്ത കോലവും. ആകപ്പാട് ഒരു നാഥനില്ലായ്മ. തമ്പുരാനൊന്നും മനസ്സ് വെച്ച ഒരു പരിഹാരമായി. പഴയതെല്ലാം ഞങ്ങൾക്കറിയാം തമ്പുരാൻ. ദത്തൻ തമ്പുരാൻ കാണിച്ച കടുങ്കൈ ഈ മുഖത്ത് ഇപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചെയ്തതിന് മൂപ്പർക്ക് കിട്ടിയില്ലേ? ദത്തൻ തമ്പുരാൻ ഭ്രാന്തളിക്ക് ഓടിപ്പോയിട്ട് വർഷം 10-15 ഇന്നിപ്പോ ജീവനോടെ ഉണ്ടോന്നൊക്കെ ആർക്കറിയാം. മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് കൊളപ്പള്ളി കോലോക്കാര് കാട്ടണം. ഇക്കുറി തിരുവാഭരണങ്ങൾ ഏടത്തിക്കാവിൽ നിന്നും അക്കരയ്ക്ക് കൊടുത്തയക്കാൻ അവിടുന്ന് അനുവാദം കൊടുക്കണം. മതി, കൂടുതൽ നീട്ടണ്ട. 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്നാ പോയിക്കൊള്ളൂ. ഇനി ഈ ആവശ്യവും പറഞ്ഞോണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ. ആ കോവിലകത്തിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. പോവാം. ഇനി ഒന്നും പറയാനില്ല, കേൾക്കാനും. എന്താണോ കേട്ടില്ലേ? ഉവ്വ്. ഇനിയിപ്പോ തമ്പുരാനെ വല്ലതും പറയാനുണ്ടോ? അതുകൂടെ കേട്ടിട്ട് പോവാ. അപ്പൊ ഈ തിരുവാഭരണങ്ങൾ കൊളപ്പള്ളിക്കാര് തന്നാ മാത്രമേ ഉത്സവം നടക്കൂ, അല്ലയോ? അതെ, അതാണ് അതിന്റെ ശാസ്ത്രം. പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള ആചാരമാണേ, തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അതിനിടയിൽ കണിമംഗലം കോവിലം വിൽക്കാൻ പോകുന്ന ഒരു വാർത്ത കേട്ടല്ലോ. നമ്മുടെ MLA സാറാ പറഞ്ഞത്. വിൽക്കാനുള്ള തീരുമാനം മരിച്ചുപോയ ലക്ഷ്മി തമ്പുരാട്ടിയുടെ മക്കൾ എടുത്തിട്ട് കുറെ ആയി. പലരും വന്ന് നോക്കുകയും ചെയ്തു. ഈ പൂജയോ ഉത്സവം മുടങ്ങിക്കിടക്കുന്ന അമ്പലം കാണുമ്പോ പലരും പിന്നോക്കം വെക്കുക. അതൊന്നും കാര്യമാക്കാതെ വരുന്നവരെ കൊളപ്പള്ളിയപ്പൻ മുടക്കുകയും ചെയ്യും. ആ ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിയുടെ അനിയൻ ദത്തൻ തമ്പുരാന്റെ ഭാര്യ സുഭദ്ര തമ്പുരാട്ടി, അപ്പന്റെ പെങ്ങളെ, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ ഈ സ്വത്ത്. അതാണ് അപ്പന്റെ പിടി. ഇനി ഇതിപ്പോ ആരെങ്കിലും വന്ന് വാങ്ങിയെന്ന് കരുതാ. ആ കൃഷ്ണവർമ്മയുടെ സ്ഥിതി എന്താവും? ആ ഭാഗവതർ തമ്പുരാനോ? ആ, അങ്ങനെ ശരിക്കും കോവിലത്ത് ആരാ? ആരുമല്ല. പണ്ട് ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടി കോവിലത്ത് പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഒരു സ്കൂള് നടത്തിയിരുന്നു. അവിടെ സംഗീതം പഠിപ്പിക്കാൻ വന്ന ഒരു മാഷ. പുള്ളിക്കാരൻ പിന്നെന്താ ഇവിടെ അങ്ങ് തങ്ങിപ്പോയത്? തമ്പുരാട്ടി മരിച്ചിട്ടും. അതല്ലേ ഓരോ തരം കർമ്മബന്ധം എന്ന് പറയുന്നത്. ദത്തന്റെ മോളുണ്ടല്ലോ ഉണ്ണിമായ, ആ കുട്ടിയുടെ ജന്മ മഹാസങ്കടം. അമ്മ ആരാന്നറിയില്ല. ഒരു കർക്കിടകത്തിലെ സന്ധ്യക്ക് കോലോത്ത് വന്നു കയറിയ ദത്തൻ തമ്പുരാന്റെ കയ്യില് ഇത്തിരി പോന്നൊരു ജീവൻ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്ക. ഇതെനിക്ക് പറഞ്ഞതാ. ഇതിന്റെ തള്ളയത്തുപോയി. ഇനി ഇതിനും കൂടി ഇവിടെ വളർത്തിക്കോളൂ ഏടത്തി എന്നും പറഞ്ഞ് ലക്ഷ്മി തമ്പുരാട്ടിക്ക് മുമ്പിലേക്ക്. ദത്തന്റെ ഉഗ്രകോപം അറിയാവുന്നതുകൊണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. ആ ഏത് നാട്ടിലെയാ, ഏത് വീട്ടിലെയാ, ഏത് ജാതിയിലുള്ള സ്ത്രീക്ക് പിറന്നാന്ന് പോലും ആർക്കും അറിയില്ല. അതിനെ വളർത്തിയതും നോക്കിയതും മുഴുവൻ കൃഷ്ണവർമ്മ തമ്പുരാനാ. പിള്ളയ്ക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കർമ്മബന്ധം? ഈ 2 അനാഥ ജന്മങ്ങൾ വഴിയാതാരാവും. കോവിലാരും വാങ്ങിപ്പോയ ആ പെൺകുട്ടിയെ പുറത്തങ്ങ് കണ്ടിട്ടേ ഇല്ലല്ലോ. നല്ല ശ്രീത്തുള്ള കുട്ടിയാ, അസൽ അടക്കോ ഒതുക്കോ. മിടുക്കിയ. അത് ചെറിയ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചും നൃത്തം പഠിപ്പിച്ചൊക്കെയാ ആ 2 വയറ് നിറഞ്ഞു പോകുന്നു. സുഹൃതക്ഷയം. അച്ഛൻ നാടൊട്ടുക്കും വെറുപ്പിച്ച് ഒടുക്കം തലയുടെ കല്ല് കളിക്ക് അങ്ങോട്ട് ഓടിപ്പോയി. അമ്മ ആരാ ദൈവത്തിന് മാത്രം അറിയാം. പാവം കുട്ടി. യെസ്, നന്ദകുമാർ. ഓ ജഗൻ, നീ എവിടുന്നാ? ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എടാ ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോൺ ഇല്ലേ, ആ വയലിനിസ്റ്റ് വട്ടൻ, അവനിന്ന് മണാലിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമറൻ ചരസുമായിട്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷനില്ല ഒഴികെ. അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു ഹബീബുള്ള സ്ട്രീറ്റിൽ. കിഷൻ മാഥൂർ പാടുന്നു. നീ വരുന്നോ? എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയിലാ. അതിന് ചരസ ബെസ്റ്റ്. കൂടെ വേണമെങ്കിൽ റമ്മും കോളെ ഒരു പിൻബലത്തിന്. എടാ പൊന്ന നബി എനിക്ക് പണി തന്നു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേറ്റ്സിന് മറിച്ചു കൊടുക്കാൻ പോകുന്നു അല്ലേ?
ഉം? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭോ മഹാദേവ. എടാ, നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടിച്ച് അടി തുടങ്ങ്. എണ്ണം വെച്ചോ, 4-ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. നീ തനിച്ചു പോയാൽ? ആ എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാം. അടി വീഴുന്നെങ്കിൽ 5-6 സായിപ്പന്മാർക്കും കിട്ടട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികമല്ലേ? വന്ദേ മാതരം. പോടാ പോ. തമ്പി, നീ ഉക്കാറ്. ഇനി ഇത് ഞാൻ ചവിട്ടും. അമ്മ. ശംഭോ മഹാദേവ. മിസ്റ്റർ എബി മാത്യുവിനെ ഒന്ന് സോറി കാണാം. മിസ്റ്റർ, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു അർജന്റ് പ്രശ്നമുണ്ട്. என்ன மிஸ்டர், இப்ப பார்க்க முடியாதுன்னு சொன்னார்ல, சொன்னா புரியல? கோ மேன். வாயா. Hi there. We would like to meet Mr. Ebby Matthews. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Sure. There he is. Mr. Ebby Matthews has come. Hello. Hello. I'm Ebby Matthew. I'm Eric from Denmark. Hi. Hello. If you don't mind, please spend some time Sure. with us. സായിപ്പിനെ മദാമേനെ കണ്ടപ്പോ വില്ലാട്ടിറങ്ങ ഇല്ലടാ. ഒരപ്പന് പറഞ്ഞ ഒരു വാക്കേ പാടുന്നു. നീ നന്ദനുമായിട്ട് പറഞ്ഞുറപ്പിച്ചതല്ലേ ആ ബിസിനസ് കോൺട്രാക്ട്? അത് തന്നെയല്ലേ നീ താഴത്തെ മുറിയിൽ രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത്? നിന്റെ വല്യപ്പൻ ചാലിശ്ശേരിക്കാരൻ അയ്പ് കാളക്കച്ചവടക്കാരനായിരുന്നു. പെരുമ്പിലാവ് ചന്തയിലെ കാളായിപ്പ് ചത്തുപോയി. അതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചേനെ കച്ചവടത്തിന് നേരിൽ നിർത്തിക്കാണെന്ന്. രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ്. ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു പോയെങ്കിൽ നീ ചോദിച്ചു, അവൻ തരും. പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കണം. എന്നെ വിടൂ ജഗൻ, ഞാൻ പറയാം, എല്ലാം പറയാം, പ്ലീസ്. ഒരു തള്ളു തള്ളിയാൽ നീ താഴെ വീണ് 64 പീസാകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗിൽ തൂത്തുവാരിയിടാനേ കാണൂ. പറ, നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല. എനിക്ക് വാക്ക് തരണം. നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക്. ഓട്ടിയിൽ നന്ദകുമാറിന് പറ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ മാറില്ല. വാക്ക് മാറ്റിയ വീട്ടിൽ കയറി ഞാൻ വിട്ടും. ദിസ് ഇസ് ജഗൻ മൈൻഡ്.
യെസ്, ദ ഫോർത്ത് പെഗ്. 4ാമത്തെ പെഗിന് മുമ്പ് നീ എത്തി. ജഗൻ, ജഗന് മാത്രം കഴിയുന്ന കാര്യം. അവനെന്നെ വിളിച്ചു, ആ പരനാരി എബി മാത്യു നാളെ ഓസ്ട്രേലിയൻ പാർട്ടിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന്. അവന്റെ അമ്മയുടെ ഇരിക്കെ. നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ? കോടികൾ. 1ഉം 2ഉം അല്ല, 50 കോടി. 50 crores. ജഗൻ പറ, നിനക്ക് എത്ര വേണം? 5ഓ 10ഓ? അതോ ഹാഫ് ഓഫ് ദ മണി? കള്ളൻ, വേണ്ടാന്ന് പറയരുത്. നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരും. യു ഡിസർവ് ഇറ്റ്. നീ എന്റെ ഭാഗ്യവാടാ. നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പറ ജഗൻ, നിനക്ക് എത്ര വേണം? നിന്റെ പേഴ്സല്ലേ? യെസ്. ഇത് ധാരാളം. ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റം, 2 പാക്കറ്റ് സിഗരറ്റ്, ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷിണം. ദാറ്റ്സ് എനഫ്. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. പറ്റില്ല, പറ്റില്ല. എനിക്കിത് ആഘോഷിക്കണം. പണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയണം. നാളെ പാരീസിലേക്ക് പറക്കണോ? എന്തിന്? പെണ്ണുപിടിക്കാം, കള്ളുപിടിക്കാം, ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ലാസ് വേഗസിലെ കാസിനോകളിൽ ചൂത് കളിച്ച് കളയാൻ നമുക്ക്. വേണ്ട. പറ ജഗൻ, ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. എന്തും? എന്തും. എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. എന്താ ഇത്? ഒരു പഴഞ്ചൻ വീടോ? എവിടെയാ ഇത്? നാട്ടിൽ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം. എത്രയാണ് ഇതിന്റെ വില എന്ന് എനിക്കറിയില്ല. 250 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന്. അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം. 250 കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും. എനിക്കിത് മാത്രം മതി. ജെയിംസ് സർ. യെസ് സർ. താൻ കേട്ടല്ലോ. നാളെ തന്നെ ഇതിന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം. ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ശരി സർ. എന്താ ഈ പഴഞ്ചൻ കോവിലത്തോടുള്ള ബന്ധം? ഒരു മോഹം, കിറുക്ക്, അല്ലെങ്കിൽ പുരാവസ്തുക്കളോട്, പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി എഫെക്ഷൻ, ക്രൈസ്, എന്തും വിളിക്കാം. ജെയിംസ് സർ. അത് വാങ്ങിക്കുന്ന എന്റെ പേരിലാകരുത്, നന്ദന്റെ പേരിൽ തന്നെ വേണം. നോനോ, നിന്റെ പേര് തന്നെ മതി. എനിക്കെന്ത് കാര്യം ഇതില്? ഇല്ല നന്ദൻ, എന്റേതാവുമ്പോ എന്റെ ത്രിൽ നശിക്കും. നിന്റെ ബിനാമിയായി എനിക്ക് അവിടെ ചെന്ന് കയറാം. മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം. ഒന്നും എനിക്ക് സ്വന്തമാക്കണ്ട. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. അങ്ങനെ തീരണം കളി. ഇത് കിറുക്കല്ല, മുഴുവട്ട്. എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലകം കാണാൻ. ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല നീ. മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്നിച്ചുറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടിയ 2 ബ്ലാങ്കറ്റ്സ് വരുത്താം, മാറി മാറി പുതയ്ക്കാൻ. ശംഭോ മഹാദേവ.